ദശകം 97 ഉത്തമ ഭക്തി പ്രാർത്ഥനയും മാർക്കണ്ഡേയ കഥയും. ത്രൈഗുണ്യാത് ഭിന്നരൂപം ഭവതി ഹി ഭുവനേ ഹീന മദ്യോത്തമം യേത് ജ്ഞാനം ശ്രദ്ധാ ജകർത്ത വസതിരഭിസുഖം കർമ്മ ചാഹാരഭേദാ ത്വക്ഷേത്രത്വന്നിഷേവാദിതി യദിഹ പുനസ്ത്വത്പരം തത്വസർവം പ്രാഹുർനൈർഗുണ്യനിഷ്ടം തദനുഭജനതോ മംഷു സിദ്ധോ ഭവേയം. ത്രൈഗുണ്യാത് ഭിന്നരൂപം ഭവതി ഹി ഭുവനേ ഹീന മധ്യ ഉത്തമം യേത് ജ്ഞാനം ശ്രദ്ധ ച കർത്ത വസതി അഭിസുഖം കർമ്മ ച ആഹാരഭേദാഃ ത്വക്ഷേത്ര ത്വന്നിഷേവാദി തു യദിഹ പുനഃ ത്വത്പരം തത്തു സർവം പ്രാഹുഃ നൈർഗുണ്യനിഷ്ടം തദനുഭജനതഃ മംഷു സിദ്ധഃ ഭവേയം. ത്രൈഗുണ്യാത് ഭിന്നരൂപം ഭവതി ഹി ഭുവനേ. ഈ ത്രിഗുണങ്ങളുടെ സങ്കലനം ഹേതുവായിട്ട് ഭിന്നരൂപം ഭവതി ഹി ഭുവനേ, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കൾക്കും വിഭിന്നങ്ങളായ രൂപങ്ങളാണ്, അല്ലെങ്കിൽ വിഭിന്നമായ സ്വഭാവങ്ങളാണ് ഉണ്ടാവുക. അതിൽ തന്നെ ഹീന മധ്യം ഉത്തമം യേത്, അതിൽ ഉത്തമവും മധ്യമവും അധമവുമായ സ്വഭാവങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെയാണ് ജ്ഞാനം ശ്രദ്ധാചകർത്ത വസതി അഭിസുഖം കർമ്മച ആഹാരഭേദാഃ. ഇപ്രകാരം ത്രിഗുണങ്ങളുടെ സങ്കലനം ഹേതുവായിട്ട് ജ്ഞാനത്തിലും ശ്രദ്ധയിലും കർത്താവിലും അതുപോലെ തന്നെ സുഖങ്ങളിലും കർമ്മങ്ങളിലും ആഹാരഭേദങ്ങളിലും ഒക്കെ ഈ ത്രിഗുണങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അതാത് ഗണത്തിൽ 3 രീതിയിൽ ഉത്തമ മധ്യമ അധമ കാര്യങ്ങളുണ്ടാകുന്നു. എന്നാൽ ത്വക്ഷേത്ര ത്വന്നിഷേവാദിതി യദിഹ പുനാ, എന്നാൽ അങ്ങയുടെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഭജിക്കുന്നത് ത്വന്നിഷേവാദി, അങ്ങയെ ഭജിക്കുക, അതുപോലെ തന്നെ ത്വത്പരം തത്വ സർവം, അങ്ങയെ സംബന്ധിക്കുന്ന ഏതൊരു കർമ്മവുമാവട്ടെ അതെല്ലാം പ്രാഹുഃ നൈർഗുണ്യനിഷ്ഠം, അതെല്ലാം നിർഗുണ അവസ്ഥയെ സംബന്ധിക്കുന്നതായതുകൊണ്ട് ഇതിലൊന്നും ഈ ത്രിഗുണങ്ങൾക്ക് യാതൊരു പങ്കും ഇല്ലാതാകുന്നു. തദ് അനുഭജനതഃ മംഷു സിദ്ധഃ ഭവേയം. അതുകൊണ്ട് അങ്ങയുടെ ആ ഭജനമാകുന്ന നൈർഗുണ്യാവസ്ഥയെ അനുസന്ധാനം ചെയ്തുകൊണ്ട് മംഷു സിദ്ധഃ ഭവേയം, വളരെ പെട്ടെന്ന് തന്നെ ഞാൻ സിദ്ധനായി തീർന്നുകൊള്ളാം എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ത്രിഗുണങ്ങളുടെ സംബന്ധം ഹേതുവായിട്ട് ജ്ഞാനത്തിലും ശ്രദ്ധയിലും കർത്താവിലും സുഖത്തിലും കർമ്മത്തിലും ആഹാരങ്ങളിലും ഒക്കെ സാത്വികം രാജസം താമസം എന്ന ഭേദഭാവങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ ആ ഭേദഭാവങ്ങൾ തന്നെ അവയ്ക്കെല്ലാം ഓരോന്നിനും ഉത്തമ മധ്യമ അധമ സ്വഭാവവും നൽകുന്നതായിത്തീരുന്നു. എന്നാൽ ഈ നിർഗുണാവസ്ഥയെ പ്രാപിച്ചിരിക്കുന്ന അങ്ങയുടെ ക്ഷേത്രങ്ങളാവട്ടെ അല്ലെങ്കിൽ അങ്ങയെ സംബന്ധിക്കുന്ന ഏതൊരു കർമ്മവുമാവട്ടെ അവിടെയൊന്നും ഈ ത്രിഗുണങ്ങൾക്ക് യാതൊന്നും ചെയ്യാനില്ല. തന്നെയുമല്ല, അങ്ങയെ സംബന്ധിക്കുന്നതായ ഭജനങ്ങൾ ഒക്കെ അല്ലെങ്കിൽ അങ്ങയുടെ ഉപാസനാ രീതികളും അനുസന്ധാനവും എല്ലാം വളരെ പെട്ടെന്ന് തന്നെ സിദ്ധിയെ നേടിത്തരുന്നതായതുകൊണ്ട് ഞാൻ ആ മാർഗത്തെ അവലംബിച്ചു കൊള്ളാം എന്ന് മേൽപ്പത്തൂർ പറയുകയാണ്. അപ്പോൾ സാത്വികം രാജസം താമസം എന്നീ ഗുണങ്ങളുടെ ചേർച്ച കൊണ്ട് ഓരോ ജീവജാലങ്ങളുടെ സ്വഭാവത്തിൽ തന്നെ വളരെയധികം വ്യത്യാസങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാം. സാത്വിക സ്വഭാവികളായിരിക്കുന്ന ആളുകളിൽ ഉത്തമങ്ങളായ കർമ്മങ്ങൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന
ഘടകമായി ഈ സാത്വിക ഗുണം നിലകൊള്ളുമ്പോൾ രജോ ഗുണത്തിൽ ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ രജോ ഗുണം അധികരിച്ച് നിൽക്കുന്ന ഒരാൾക്ക് കർമ്മങ്ങളോടാണ് വാസന കൂടുക. കർമ്മങ്ങൾ നല്ലതുമാകാം മോശമായതുമാകാം, പക്ഷേ അവർക്ക് കർമ്മങ്ങളോടാണ് താല്പര്യം എന്ന് മാത്രം. എന്നാൽ തമോ ഗുണപ്രധാനികളായിരിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ദുഷ്കൃതങ്ങളെ ചെയ്യാൻ സാധിക്കാറുള്ളൂ എന്നാണ് പൊതുവെ കണ്ടുവരുന്നത്. ഉദാഹരണമായിട്ട് കാളിയ ദർപ്പശമനം എന്ന ഭാഗവതത്തിൽ കാളിയൻ തന്നെ സ്വയം ചോദിക്കുന്നുണ്ട്, അല്ലയോ ഭഗവാനെ, എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശരീരം അത് ഉഗ്ര വിഷം വമിപ്പിക്കുന്ന ഒരു സർപ്പത്തിൻ്റേതാണ്. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെയാണ് സാത്വിക സ്വഭാവമായിരിക്കുന്ന ഭഗവത് ഭജനം ചെയ്യുക? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ കർമ്മങ്ങൾക്കെല്ലാം അനുസൃതമായ ശരീരങ്ങളാണ് നമുക്ക് പിന്നീടുള്ള ജന്മങ്ങളിൽ ലഭിക്കുക. ഒരു മനുഷ്യജന്മം ലഭിച്ചിട്ട് അതിൽ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ അധമ സ്വഭാവമുള്ളതാണെങ്കിൽ നിശ്ചയമായും ആ അധമ കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിക്കുന്ന ശരീരങ്ങളിലേക്കാണ് നമ്മൾ യാത്രയാകുന്നത് എന്നുള്ള വസ്തുത സ്വയം തിരിച്ചറിയണം. അതിനെ തടയുവാനുള്ള മാർഗം നമുക്ക് മനുഷ്യ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം എന്നുണ്ടെങ്കിൽ നിശ്ചയമായും സാത്വികമായ വിഷയങ്ങളിൽ മനസ്സിനെ വ്യാപരിപ്പിക്കുവാനായിട്ട് ശ്രദ്ധ വയ്ക്കണം എന്നതാണ്. മറ്റുള്ളതൊക്കെ നമ്മളെ ഇപ്രകാരമുള്ള അധമ അവസ്ഥകളിലേക്ക് നയിക്കും എന്നതുകൊണ്ടാണ് അറിവുള്ളവരെല്ലാം അവരുടെ കർമ്മങ്ങളെ ശുദ്ധമാക്കാനായിട്ട് വളരെ അധികം ശ്രദ്ധിക്കുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. ത്രൈഗുണ്യാത് ഭിന്നരൂപം ഭവതി ഭുവനേ ഹീനമദ്യോത്തമം യത് ജ്ഞാനം ശ്രദ്ധാ ച കർത്ത വസതിരഭിസുഖം കർമ്മ ചാഹാരഭേദാ ത്വക്ഷേത്രത്വന്നിഷേവാദിതി പുനഃ ത്വത്പരം തത്തു സർവം പ്രാഹുർനൈർഗുണ്യനിഷ്ഠം തദനുഭജനതോ മംക്ഷുസിദ്ധോ ഭവേയം. ത്വയ്യേവ ന്യസ്തചിത്ത സുഖമൈ വിചരൻ സർവചേഷ്ടാസ്ത്വദർത്ഥം ത്വദ്ഭക്തൈ സേവ്യമാനാനപി ചരിതചരാൻ ആശ്രയൻ പുണ്യദേശാൻ. ദസ്യോ വിപ്രേ മൃഗാദിഷഭി സമമതിർ മുച്യമാനാവമാനസ്പർദ്ധാസൂയാദിദോഷ സതതമഖില ഭൂതേഷു സംപൂജയേ ത്വം. ത്വയി ഏവ ന്യസ്തചിത്തഃ സുഖം ഐ വിചരൻ സർവചേഷ്ടാഃ ത്വദർത്ഥം ത്വദ്ഭക്തൈഃ സേവ്യമാനാൻ അഭി ചരിതചരാൻ ആശ്രയൻ പുണ്യദേശാൻ. ദസ്യോ വിപ്രേ മൃഗാദിഷു അപി ച സമമതിഃ മുച്യമാന അവമാന സ്പർദ്ധ അസൂയ ആദിദോഷഃ സതതം അഖിലഭൂതേഷു സംപൂജയേ ത്വാം. ത്വയി ഏവ ന്യസ്തചിത്തഃ അങ്ങയിൽ തന്നെ മനസ്സ് പൂർണ്ണമായും അർപ്പിച്ചുകൊണ്ട് സുഖം ഐ വിചരൻ സർവചേഷ്ടാഃ ത്വദർത്ഥം വളരെ സുഖമായി ചരിച്ച് അല്ലെങ്കിൽ ജീവിച്ച് സർവചേഷ്ടാഃ ത്വദർത്ഥം എൻ്റെ എല്ലാ ചേഷ്ടകളും അങ്ങേക്കായിക്കൊണ്ട് സമർപ്പിച്ചിട്ട് ത്വദ്ഭക്തൈ സേവ്യമാനാൻ അങ്ങയുടെ ഭക്തന്മാരെ ഇപ്പോൾ സേവിച്ചു വരുന്നവയും ചരിതചരാൻ അഭി മുൻപ് സേവിച്ചിരുന്നതുമായ ആശ്രയൻ പുണ്യദേശാൻ പുണ്യസ്ഥലങ്ങളെയൊക്കെ ആശ്രയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവിടെയൊക്കെ തീർത്ഥയാത്ര ചെയ്തുകൊണ്ട് ദസ്യോ വിപ്രേ മൃഗാദിഷു അപി ച സമമതിഃ. ദസ്യോ കള്ളൻ, വിപ്രേ ബ്രാഹ്മണൻ, മൃഗാദിഷു അപി മൃഗങ്ങൾ മുതലായവയിലൊക്കെ സമമതിഃ ഒരേ ഭാവന സമഭാവനയോടുകൂടി മുച്യമാന അവമാന സ്പർദ്ധ അസൂയ ആദിദോഷഃ അവമാനം സ്പർദ്ധ അസൂയ തുടങ്ങിയ ദോഷങ്ങളിൽ നിന്നൊക്കെ മുക്തനായിട്ട് സതതം എല്ലായ്പ്പോഴും അഖിലഭൂതേഷു എല്ലാ ജീവജാലങ്ങളിലും സംപൂജയത്വാം
അങ്ങയെ ഞാൻ പൂജിച്ചുകൊള്ളാം. അപ്പോൾ സദാസമയവും അങ്ങയിൽ തന്നെ മനസ്സ് സമർപ്പിച്ചവനായിട്ട് സുഖമായിട്ട് ഞാൻ ജീവിച്ചോളാം. തന്നെയുമല്ല, എൻ്റെ ഏതേത് കർമ്മങ്ങളാണോ അനുഷ്ഠിക്കപ്പെടുന്നത് അതെല്ലാം അങ്ങയിൽ സമർപ്പിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ഞാൻ ചെയ്തുകൊള്ളാം. അതുപോലെ തന്നെ അങ്ങയുടെ ഭക്തന്മാരാൽ ഇപ്പോൾ ആശ്രയിച്ച് വരുന്നതും ഇതിനു മുൻപുള്ള ഭക്തന്മാരൊക്കെ ആശ്രയിച്ചിരുന്നതുമായ പുണ്യസ്ഥലങ്ങളെയൊക്കെ അവിടെയൊക്കെ തീർത്ഥയാത്ര നടത്തി, പിന്നെ ഒരു മോഷ്ടാവിലും ബ്രാഹ്മണനിലും പക്ഷിമൃഗാദികളിലും ഒക്കെ സമഭാവനയോടുകൂടി അവമാനം, മാനം, സ്പർദ്ധ, അസൂയ തുടങ്ങിയ ദോഷങ്ങളിൽ നിന്നൊക്കെ മുക്തനായി എല്ലാ സമയവും എല്ലാ ജീവജാലങ്ങളിലും ഞാൻ അങ്ങയെ തന്നെ ദർശിക്കുവാൻ ശ്രമിക്കും, അങ്ങയെ തന്നെ പൂജിക്കുവാൻ ശ്രമിക്കും. എല്ലാ ജീവജാലങ്ങളും കുടികൊള്ളുന്ന അങ്ങയെ തന്നെ പൂജിക്കാൻ ഞാൻ ശ്രമിച്ചുകൊള്ളാം. ഇവിടെ സദാസമയം അങ്ങയിൽ മനസ്സർപ്പിച്ചവനായിട്ട് ഭഗവാനെ ഉപാസിക്കുക. അത് കഴിഞ്ഞിട്ട് സർവചേഷ്ടാഹ ത്വദർത്ഥം, എൻ്റെ എല്ലാ കർമ്മങ്ങളെയും അങ്ങയിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ഗീതയിൽ പറയും ഭഗവാൻ, യത് കരോഷി യത് അശ്നാസി യത് ജുഹോഷി ദദാസി യത് തപസ്യസി കൗന്ദേയ തത് കുരുഷ്വ മദർപ്പണം. എന്ത് ചെയ്യുമ്പോഴും, എന്ത് ഭക്ഷിക്കുമ്പോഴും, എന്ത് ഹോമിക്കുമ്പോഴും, ദദാസി യത് എന്ത് ദാനം ചെയ്യുമ്പോഴും അതെല്ലാം തത് കുരുഷ്വ മദർപ്പണം, അതെല്ലാം എന്നിൽ സമർപ്പിക്കപ്പെട്ടതായി സങ്കല്പിച്ചുകൊണ്ട് ചെയ്യണം എന്നാണ് ഭഗവാൻ ഗീതയിൽ ഉപദേശിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മേൽപ്പത്തൂർ പറയുകയാണ്, ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അങ്ങയിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്തോളാം. തന്നെയുമല്ല, അങ്ങയുടെ ഭക്തന്മാരാൽ മുൻപും ഇപ്പോഴും ഒക്കെ സേവിച്ചുകൊണ്ടിരിക്കുന്ന തീർത്ഥ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് സ്നാനം നടത്തിക്കൊള്ളാം. അതുപോലെ തന്നെ ഒരു മോഷ്ടാവിലായാലും ഒരു ബ്രാഹ്മണനിലായാലും പക്ഷിമൃഗാദികളിലായാലും വൃക്ഷലതാദികളിലായാലും ഒക്കെ ഞാൻ യാതൊരു മാനവും അവമാനവും സ്പർദ്ധയും അസൂയയും ഒന്നും ഇല്ലാതെ അതിൽ നിന്നെല്ലാം മുക്തനായിക്കൊണ്ട് എല്ലാ ജീവജാലങ്ങളിലും ഇരുന്നരുളുന്ന അല്ലെങ്കിൽ പ്രകാശിക്കുന്ന അങ്ങയുടെ രൂപങ്ങളാണ് അതെല്ലാം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അങ്ങയെ പൂജിച്ചു കൊള്ളാം. നമുക്കിടയിൽ ചിലപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി വളരെ ഭക്തിയോടുകൂടി ആ ശ്രീകോവിലിരിക്കുന്ന വിഗ്രഹത്തെ ആരാധിക്കുന്ന നിരവധി പേരുണ്ട്. അതിന് വേണ്ടതായ പ്രദക്ഷിണ, നമസ്കാര ആദികളൊക്കെ ചെയ്യുന്നവരാണ് ഭൂരിഭാഗവും. എന്നാൽ നമ്മളോടൊത്തു ജീവിക്കുന്ന മറ്റുള്ള ജീവജാലങ്ങളിലൊന്നും ആ ചൈതന്യം ഈശ്വരനാണ് എന്നുള്ള ചിന്തയിലേക്ക് 99% ആളുകളും കടക്കാറില്ല. ആ ശ്രീകോവിലിൽ നമ്മൾ ദർശിക്കുന്നതായ ഈശ്വര ചൈതന്യം തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ചൈതന്യ സ്വരൂപമായി ഇരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴേ ആ ജീവജാലങ്ങളെയൊക്കെ നമുക്ക് സ്നേഹിക്കുവാനും അതിനെ ഒന്നും ഉപദ്രവിക്കാതിരിക്കുവാനും ഒക്കെ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ആ ജീവജാലങ്ങളിൽ ഇരിക്കുന്ന ചൈതന്യവും ഈ ഈശ്വരൻ്റേത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ മേൽപ്പത്തൂർ പറയുന്നത്, അപ്രകാരമുള്ള എല്ലാ ജീവാത്മാക്കളെയും ഞാൻ അവരേതേത് ശരീരത്തിൽ ഇരുന്നാലും ശരി അവരെയൊക്കെ ഞാൻ അങ്ങയെ പൂജിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് പൂജ ചെയ്തു കൊള്ളാം. ഇതാണ് ഉത്തമമായ സനാതന ധർമ്മത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കണം എന്നല്ല സനാതനധർമ്മം നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളോടും സഹവർത്തിത്വത്തോടുകൂടി നമ്മൾ ജീവിതം നയിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ചില ജീവജാലങ്ങൾ നമ്മളെ ഉപദ്രവിക്കാൻ വരുന്നവരുടെ അടുത്ത് ഈ ഒരു ന്യായം പറയുന്നത് ശരിയുമല്ല എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കുകയും വേണം. ഒന്നുകിൽ അവരിൽ നിന്നെല്ലാം രക്ഷ നേടാനായിട്ട് സ്വയം ഒഴിവാകണം. ത്വയ്യേവ ന്യസ്തചിത്ത സുഖമൈ വിചരൻ സർവജ്യേഷ്ഠാസ്ത്വദർത്ഥം
ത്വദ്ഭക്തൈ സേവ്യമാനാനപി ചരിതചരാനാശ്രയൻ പുണ്യദേശാൻ ദസ്യോ വിപ്രേ മൃഗാദിഷഭിജ സമമതിർമുച്യമാനാപമാനസ്പർദ്ധാസൂയാദിദോഷ സതതമഖിലഭൂതേഷു സംപൂജയേ ത്വം ത്വദ്ഭാവോ യാവദേശു സ്ഫുരതി ന വിശദം താവദേവം ഹ്യുപാസ്തിം കുർവന്നൈകാത്മ്യബോധേ ഝടിതി വികസതി ത്വന്മയോഹം ചരേയം തദ്ധർമ്മസ്യാസ്യ താവത് കിമപി ന ഭഗവൻ പ്രസ്തുതസ്യ പ്രണാശ തസ്മാ സർവാത്മനൈവ പ്രതിശ മമ വിഭോ ഭക്തിമാർഗം മനോജ്ഞം ത്വദ്ഭാവഃ യാവത് യേഷു സ്ഫുരതി ന വിശദം താവത് ഏവം ഹി ഉപാസ്തിം കുർവൻ ഐകാത്മ്യബോധേ ഝടിതി വികസതി ത്വന്മയഃ അഹം ചരേയം ത്വദ്ധർമ്മസ്യ അസ്യ താവത് കിമപി ന ഭഗവൻ പ്രസ്തുതസ്യ പ്രണാശഃ തസ്മാത് സർവാത്മനാ ഏവ പ്രതിശ മമ വിഭോ ഭക്തിമാർഗം മനോജ്ഞം ത്വദ്ഭാവഃ യാവദേശു സ്ഫുരതി ന വിശദം എപ്പോൾ വരേക്കും യേശു ഈ ജീവജാലങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ദസ്യു വിപ്രേ മൃഗാദിഷു എന്നെല്ലാം പറഞ്ഞ അവരിലൊക്കെ എനിക്ക് സമഭാവനയോടുകൂടി അതിൻ്റെ എല്ലാം ഉള്ളിൽ വിരാജിക്കുന്നത് അങ്ങ് തന്നെയാണ് എന്നുള്ള ബോധം സ്ഫുരതി ന വിശദം എപ്പോഴേക്കും എനിക്ക് വിശദമായിട്ട് മനസ്സിലാകുന്നില്ലയോ താവത് അതുവരേക്കും ഏവം ഹി ഉപാസ്തിം കുർവൻ ഇപ്രകാരം തന്നെ ഞാൻ അങ്ങയെ നിരന്തരമായി ഉപാസിച്ചുകൊള്ളാം. ഐക ആത്മ്യബോധേ ഝടിതി വികസതി ത്വന്മയഃ അഹം ചരേയം ആത്മാവ് ഒന്ന് തന്നെ എന്ന ബോധം ഇപ്രകാരം പെട്ടെന്ന് മനസ്സിൽ ഉറച്ചു കിട്ടുകയാണെങ്കിൽ ത്വന്മയഃ അഹം ചരേയം ഞാൻ ഭഗവന്മയനായിട്ട് തന്നെ ശിഷ്ടകാലം ജീവിതം നയിച്ചോളാം. ത്വദ്ധർമ്മസ്യ അസ്യ താവത് കിമപി ന ഭഗവൻ പ്രസ്തുതസ്യ പ്രണാശഃ അസ്യ ത്വദ്ധർമ്മസ്യ അങ്ങയുടേതായ ഈ ഭാഗവത ധർമ്മം ആചരിക്കുന്നവർക്ക് പ്രസ്തുതസ്യ പ്രണാശ ഒരിക്കലും ഒരു നാശം ഉണ്ടാകുന്നില്ല എന്നത് തസ്മാ സർവാത്മന ഏവ അതുകൊണ്ട് സർവാത്മന ഞാൻ അങ്ങയുടെ ഈ ഭക്തിയെ പ്രതിശ മമ വിഭോ ഭക്തിമാർഗം മനോജ്ഞം അങ്ങയിലുള്ള മനോജ്ഞമായിരിക്കുന്ന മനോരഞ്ജനം നൽകുന്നതായ ഈ ഭക്തിമാർഗത്തെ എനിക്ക് നൽകി അനുഗ്രഹിക്കണേ ഭഗവാനെ എന്നാണ് പറയുന്നത്. ഈ ദസ്യ വിപ്രേ മൃഗാദിഷഭിജ സമമതി എന്ന് മുൻപത്തെ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ മോഷ്ടാവിലും ബ്രാഹ്മണനിലും പക്ഷിമൃഗാദികളിലും ഒക്കെ എനിക്ക് സമഭാവന എപ്പോൾ വരേക്കും വിശദമായി ഉണ്ടാകുന്നില്ലയോ അതുവരേക്കും ഞാൻ അങ്ങയെ നിരന്തരമായിട്ട് ഉപാസന ചെയ്തുകൊള്ളാം. എന്നിട്ട് ഐകാത്മ്യബോധേ ഝടിതി വികസതി പെട്ടെന്ന് ആത്മാവ് ഒന്ന് തന്നെ എന്നുള്ള ഭാവം എൻ്റെ മനസ്സിൽ ഉറച്ചു കിട്ടുന്ന ആ സമയം മുതൽ ഞാൻ ത്വന്മയഃ അഹം ചരേയം ഭഗവന്മയമായി ഉള്ള ഒരു ജീവാത്മാവാണ് ഞാൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഞ്ചരിച്ചുകൊള്ളാം അല്ലെങ്കിൽ ജീവിതം നയിച്ചുകൊള്ളാം. എന്തുകൊണ്ടെന്നാൽ അല്ലയോ ഭഗവാനെ അങ്ങയിൽ ഉള്ള ഈ ഭക്തി അല്ലെങ്കിൽ അങ്ങയുടെ പാദങ്ങൾ സമർപ്പിക്കപ്പെടുന്ന ഈ ധർമ്മങ്ങൾ ഈ കർമ്മങ്ങൾ ഒക്കെ അത് തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു അവസാനം അല്ലെങ്കിൽ ഒരു ആത്യന്തികമായ നാശം ഇല്ലാത്തതാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് അല്ലയോ ഭഗവാനെ അങ്ങനെയുള്ള നിരന്തരമായ മനോജ്ഞകരമായ ഭക്തിമാർഗത്തെ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും ലക്ഷ്യമാക്കുന്നത് എല്ലാ ജീവജാലങ്ങളിലും ഉള്ള ഈശ്വരനെ കണ്ട് തിരിച്ചറിഞ്ഞ് അവയെയൊക്കെ പൂജിക്കുക എന്നുള്ള ധർമ്മമാണ്. വളരെ
മുന്നോട്ട് ചിന്തിച്ചെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ വളരെ ആഴത്തിൽ ആധ്യാത്മിക തത്വത്തെ ഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ഇപ്രകാരം എല്ലാ ജീവജാലങ്ങളെയും ഈശ്വരനായി ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഏതുവരേക്കും അത് സാധിക്കുന്നില്ലയോ അതുവരേക്കും നമ്മൾ ഏത് രീതിയെ അവലംബിച്ചുകൊണ്ടാണോ ഭക്തിമാർഗത്തിലൂടെ മുന്നോട്ട് പോയത് ആ രീതിയെ അവലംബിച്ചുകൊണ്ട് ആ ഉപാസനയെ ചെയ്തുകൊണ്ട് എപ്പോഴാണോ എല്ലാ ജീവജാലങ്ങളിലും ഇരിക്കുന്ന ആത്മചൈതന്യം ഒന്നു തന്നെയാണ് എന്നുള്ള ഭാവന ഉണ്ടാകുന്നത്, അപ്പോൾ മുതൽ ഞാൻ ഭഗവന്മയനായിട്ട് സഞ്ചരിച്ചു കൊള്ളാം, ജീവിതം നയിച്ചു കൊള്ളാം. എന്തുകൊണ്ടെന്നാൽ അങ്ങേ സംബന്ധിക്കുന്നതായ ഈ കർമ്മങ്ങളിലൊക്കെ അത് നിശ്ചയമായും അതിൻ്റെ സദ്ഫലത്തെ ഉപാസകന് നൽകുന്നത് തന്നെയാണ്. അതിനൊരിക്കലും നാശമില്ല. നമേ ഭക്ത പ്രണശ്യതി എന്ന് ഗീതയിൽ പറയുന്നത് പോലെ എന്നിലേക്ക് എത്തുന്ന ഒരു ഭക്തനും നശിക്കില്ല എന്നുള്ള ആ വാക്കുകളെ അന്വർത്ഥമാക്കിക്കൊണ്ട് തീർച്ചയായും അങ്ങയുടെ അനുഗ്രഹം എനിക്ക് ഉണ്ടാകും എന്നുള്ള ഉറപ്പോടുകൂടി ഞാൻ അങ്ങയിലേക്ക് എത്തിച്ചേരുവാനുള്ള ഏറ്റവും ഉചിതമായ മാർഗമാകുന്ന ഭക്തിമാർഗത്തെ സ്വീകരിക്കുന്ന ഭഗവാനെ എനിക്ക് അതിന് വേണ്ടതായ എല്ലാ അനുഗ്രഹവും തന്ന് എന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത്. ത്വദ്ഭാവോ യാവദേശോ സ്ഫുരതിന വിശദം താവദേവം ഹ്യുപാസ്തിം കുർവന്നൈകാത്മ്യബോധേ ജഡിതി വികസതി ത്വന്മയോഹം ചരേയം ത്വദ്ധർമ്മസ്യാസ്യ താവത് കിമപി ന ഭഗവൻ പ്രസ്തുതസ്യ പ്രണാശ തസ്മാത് സർവാത്മനൈവ പ്രദിശ മമ വിഭോ ഭക്തിമാർഗം മനോജ്ഞം തം ചൈനം ഭക്തിയോഗം ദൃഢയിതുമയി മേ സാധ്യമാരോഗ്യമായു ദിഷ്ട്യാ തത്രാഭിസേവ്യം തവ ചരണമഹോ ഭേഷജായേവ ദുഗ്ധം മാർക്കണ്ഡേയോ ഹി പൂർവം ഗണകനിഗദിത ദ്വാദശാബ്ദായുരുച്ചൈ സേവിത്വാ വത്സരം ത്വം തവ ബഡനിവഹൈർദ്രാവയാമാസ മൃത്യും തം ച ഏനം ഭക്തിയോഗം ദൃഢയിതും ഐ മേ സാധ്യം ആരോഗ്യം ആയുഃ ദിഷ്ട്യാ തത്ര അഭിസേവ്യം തവ ചരണം അഹോ ഭേഷജായ ഇവ ദുഗ്ധം മാർക്കണ്ഡേയഃ ഹി പൂർവം ഗണകനിഗദിത ദ്വാദശ അബ്ദ ആയുഃ ഉച്ചൈഃ സേവിത്വാ വത്സരം ത്വാം തവ ബഡനിവഹൈഃ ദ്രാവയാമാസ മൃത്യും തം ച ഏനം ഭക്തിയോഗം ഈ മുൻപ് പറഞ്ഞ ഈ ഭക്തിയോഗം ദൃഢയതും എന്നിൽ ഉറയ്ക്കുന്നതിന് വേണ്ടി മേ സാധ്യം ആരോഗ്യം ആയുഃ എനിക്ക് സാധ്യമാകണം എന്ത് ആരോഗ്യവും ആയുസ്സും. ആരോഗ്യവും ആയുസ്സും ഉണ്ടെങ്കിലേ എനിക്ക് ഈ ഭക്തിയെ മുന്നോട്ട് നയിക്കാൻ സാധിക്കൂ ഗുരുവായൂരപ്പ. അതുകൊണ്ട് എനിക്ക് അത് നൽകണേ എന്ന് മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നമ്മളും എല്ലാവരും പ്രാർത്ഥിക്കുന്നു. അവിടെയും ദിഷ്ട്യ ഭാഗ്യവശാൽ തത്ര അഭിസേവ്യം തവ ചരണം, അതിനും ഭഗവാനെ അങ്ങയുടെ പാദകമലങ്ങൾ തന്നെയാണ് ആശ്രയിക്കേണ്ടത് എന്നാണ് പറയുന്നത്. എങ്ങനെയെന്നാൽ ഭേഷജായ ഇവ ദുഗ്ധം, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ ഇവിടെ രണ്ടിനും ആശ്രയിക്കേണ്ടത് അങ്ങയുടെ പാദകമലങ്ങളെയാണ്. മാർക്കണ്ഡേയഃ ഹി പൂർവം, ഈ മാർക്കണ്ഡേയനാണെങ്കിൽ പണ്ട് ഗണകനിഗദിത ദ്വാദശ അബ്ദ ആയുഃ, ഗണകന്മാർ ജ്യോതിഷികൾ നിഗദിതം അവർ വിധിച്ചു എന്ത് ദ്വാദശ അബ്ദ ആയുഃ, അവർക്ക് 12 വർഷം ഈ മാർക്കണ്ഡേയന് ആയുസ് വിധിച്ചു. എന്നിട്ട് ഈ മാർക്കണ്ഡേയൻ എന്ത് ചെയ്തു? സേവിത്വ വത്സരം ത്വാം, ഭഗവാനെ അങ്ങയെ 1 വർഷം കൃത്യമായ ഭക്തിയോടുകൂടി ഉപാസിച്ചു. അപ്പോൾ തവ ഭടനിവഹൈഹി, അങ്ങയുടെ ഭടന്മാരാൽ ദ്രാവയാമാസ മൃത്യുദൂതന്മാരെ ഓടിച്ചു കളഞ്ഞില്ലേ. അപ്പോൾ ഏതൊരു ഭക്തിയോഗത്തെക്കുറിച്ചാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, ആ ഭക്തി എന്നിൽ ഉറയ്ക്കുന്നതിന്, അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ ആചരിക്കുന്നതിന് വേണ്ടി എനിക്ക് ആയുസ്സും ആരോഗ്യവും
തന്ന് അനുഗ്രഹിക്കണമേ ഭഗവാനെ. എന്നാൽ ഭാഗ്യവശാൽ ഇതിന് രണ്ടിനും നമ്മൾ ആശ്രയിക്കേണ്ടത് ഈ ഭഗവാനെ തന്നെയാണ്, ഭഗവാന്റെ പാദകമലങ്ങളെ തന്നെയാണ്. ഏത് പ്രകാരമെന്നാൽ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ ഭഗവാനെ തന്നെയാണ് നമ്മൾ രണ്ടിനും ആശ്രയിക്കേണ്ടത്. അതിന് ഒരു ഉദാഹരണമായിട്ടൊരു കഥ പറയുന്നതാണ്. പണ്ട് പുഷ്പഭദ്ര നദിയുടെ തീരത്ത് മാർക്കണ്ഡേയൻ എന്ന് പറയുന്ന ഒരു മുനി വസിച്ചിരുന്നു. അദ്ദേഹത്തിന് ജ്യോതിഷികൾ 12 വർഷം ആയുസ് വിധിച്ചിരുന്നു. അത് കേട്ട മാർക്കണ്ഡേയൻ വളരെ വിഷമത്തിലായി. ആ മാർക്കണ്ഡേയൻ ഭഗവാനെ 1 വർഷം തികഞ്ഞ നിഷ്ഠയോടുകൂടി ഉപാസിച്ച് അവസാനം ആ മാർക്കണ്ഡേയൻ്റെ ജീവനെ കൊണ്ടുപോകാനായി വന്ന മൃത്യുദൂതന്മാരെ ഭഗവാന്റെ പാർഷദന്മാർ ആട്ടി ഓടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഉത്തമമായ ആ ഭക്തി തന്നെയാണ്. ആ ഭക്തി നമ്മൾ ഉറയ്ക്കണം. അത് നമുക്ക് ആയുസ്സും ആരോഗ്യവും തരണം. ആ അനുഗ്രഹം കൊണ്ട് നമുക്ക് ശിഷ്ടജീവിതം ഭഗവത് ഭക്തിയെ ഉറപ്പിക്കുവാനായിട്ടും ഭഗവാന്റെ പാദകമലങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ആയുസ്സിനും ആരോഗ്യത്തിനും ഒക്കെ ഭഗവാന്റെ അനുഗ്രഹം മതി എന്ന് ഉറച്ചുകൊണ്ട് ഇവിടെ മാർക്കണ്ഡേയൻ ഏത് പ്രകാരത്തിലാണോ 12 വർഷം ഭഗവാനെ ഉപാസിച്ചുകൊണ്ട് തൻ്റെ ആയുസ്സിനെ സുദീർഘമായിട്ട് നേടിയെടുത്തത്, അതുപോലെ ഞാനും അങ്ങയെ ഉപാസിച്ചുകൊള്ളാം എന്നാണ് മേൽപ്പത്തൂരിവിടെ പറയുന്നത്. തം ചൈനം ഭക്തിയോഗം ദൃഢയിതുമയി മേ സാധ്യമാരോഗ്യമായു ദിഷ്ട്യാ തത്രാഭിസേവ്യം തവ ചരണമഹോ ഭേഷജായേവ ദുഗ്ധം മാർക്കണ്ഡേയോ ഹി പൂർവം ഗണകനിഗദിത ദ്വാദശാബ്ദായിരുച്ചൈ സേവിത്വാ വത്സരം ത്വാം തവ ബടനിവഹൈർദ്രാവയാമാസ മൃത്യും. മാർക്കണ്ഡേയശ്ചിരായു സഖലു പുനരഭി ത്വത്പര പുഷ്പഭദ്രാ തീരെ നിന്നെ തപസ്യൻ അതുലസുകരതി ഷട്ടു മന്വന്തരാണി ദേവേന്ദ്ര സപ്തമസ്തം സുരയുവതിമരുന്മന്മതൈർമോഹയിഷ്യൻ യോഗോഷ്മ പ്ലുഷ്യമാണേർനതു പുനരശകത്വജ്ജനം നിർജയേത്കാ. മാർക്കണ്ഡേയഃ ചിരായുഃ സഹ ഖലു പുനഃ അഭി ത്വത്പരഃ പുഷ്പഭദ്രാതീരെ നിന്നെ തപസ്യൻ അതുലസുകരതിഃ ഷട്ടു മന്വന്തരാണി ദേവേന്ദ്രഃ സപ്തമഃ തം സുരയുവതിമരുന്മന്മതൈഃ മോഹയിഷ്യൻ യോഗോഷ്മ പ്ലുഷ്യമാണൈഃ നതു പുനഃ അശകത്വജ്ജനം നിർജയേത്കഃ. മാർക്കണ്ഡേയഃ ചിരായുഃ, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ ഈ മാർക്കണ്ഡേയൻ 12 വയസ്സ് മാത്രം ആയുസ്സുണ്ടായിരുന്നതായി വിധിക്കപ്പെട്ടിട്ട് ഭഗവാനെ ഉപാസിച്ച് ചിരഞ്ജീവിയായി തീർന്നയാളാണ്. ആ ചിരഞ്ജീവിയായ മാർക്കണ്ഡേയൻ അയാൾ പുനരഭി ത്വത്പര പുഷ്പഭദ്രാ തീരെ നിന്നെ തപസ്യൻ, ഭഗവാനിൽ പ്രിയം ഉള്ളവനായിട്ട് അല്ലെങ്കിൽ ഭഗവത് ഭക്തിയിൽ മുഴുകിയവനായിട്ട് പുഷ്പഭദ്രാ നദിയുടെ തീരത്തിലിരുന്ന് 6 മന്വന്തരങ്ങൾ തപസ് ചെയ്തു എന്നാണ് പറയുന്നത്. ദേവേന്ദ്ര സപ്തമസ്തം, 7ാമത്തെ മന്വന്തരത്തിലെ ദേവേന്ദ്രൻ ഈ മാർക്കണ്ഡേയൻ്റെ തപസ് മുടക്കുന്നതിനായിട്ട് സുരയുവതി ദിവ്യ കന്യകമാരെയും മരുത് മലയമാരുതനെയും മന്മഥൈഹി കാമദേവനെയുമൊക്കെ അദ്ദേഹത്തിനടുത്തേക്ക് പറഞ്ഞു വിട്ടു. മോഹയിഷ്യൻ, അവരെ കൊണ്ട് ഈ മാർക്കണ്ഡേയ മുനിയെ മോഹിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാലോ യോഗോഷ്മ പ്ലുഷ്യമാണേഹി, ആ മാർക്കണ്ഡേയ മുനിയുടെ യോഗശക്തിയുടെ ഊഷ്മാവ് തട്ടിയവരെല്ലാം അവരമ്പേ പരാജയപ്പെട്ടു പോയി. നതു പുനഃ അശകത്വജ്ജനം നിർജയേത്ക, അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ തന്നെയും അങ്ങയുടെ ഭക്തന്മാരെ ആർക്കെങ്കിലും ജയിക്കാൻ കഴിയുന്നതാണോ? ഭഗവാനെ സേവിച്ച്
ചിരഞ്ജീവിയായി തീർന്ന മാർക്കണ്ഡേയൻ ആ ഭഗവത് ഭജനത്തിൻ്റെ രസം അറിഞ്ഞത് കാരണം 6 മന്വന്തരങ്ങൾ ഇരുന്ന് പുഷ്പഭദ്രാ നദിയുടെ തീരത്ത് തപസ് ചെയ്തു. 7ാമത്തെ മന്വന്തരത്തിലെ ദേവേന്ദ്രൻ ഈ തപസ് കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ തപസ് മുടക്കുന്നതിനായിട്ട് അങ്ങോട്ടേക്ക് ദേവകന്യകമാരെയും മലയമാരുതനെയും കാമദേവനെയും ഒക്കെ പറഞ്ഞയച്ചെങ്കിലും മാർക്കണ്ഡേയൻ്റെ യോഗശക്തിയിൽ പരാജിതരായ അവരെല്ലാം മടങ്ങിപ്പോന്നു. ഭഗവത് ഭക്തന്മാരെ ജയിക്കുവാനായിട്ട് ആർക്കെങ്കിലും സാധിക്കുന്നതാണോ എന്നൊരു ചോദ്യം കൂടി മേൽപ്പത്തൂരിവിടെ ചോദിക്കുകയാണ്. നമ്മൾ 33ാമത്തെ ദശകത്തിൽ കണ്ടു അംബരീഷ രാജാവിൻ്റെ ചരിതം. അവിടെ അംബരീഷ രാജാവ് യാചിക്കാതെയാണ് ആ സുദർശന ചക്രം ചെന്ന് അദ്ദേഹത്തെ ദുർവാസാവിൽ നിന്ന് രക്ഷിക്കുന്നത്. ഇതാണ് ഭഗവത് ഭക്തിയുടെ മഹത്വം എന്ന് പറയുന്നത്. ഈ ദുർവാസാവ് മുനി തൻ്റെ ജടയിൽ നിന്ന് പറഞ്ഞുവിട്ട ആ കൃത്യ എന്ന രാക്ഷസി അംബരീഷ് രാജാവിനെ ഇപ്പോൾ ദഹിപ്പിക്കും എന്ന് പറഞ്ഞ് പാഞ്ഞു വരുമ്പോൾ പോലും നിന്ന നിൽപ്പിൽ നിന്ന് അനങ്ങിയില്ല ആ രാജാവ് എന്നാണ് പറയുന്നത്. അത്രയേറെ ഭക്തിയോടും വിശ്വാസത്തോടുകൂടിയും അവിടെ നിന്നു എന്നാണ്. ആ ശ്ലോകം ശ്രദ്ധിച്ചാൽ അവിടെ പറയുന്നു, കൃത്യാം ച താം അസിധരാം ഭുവനം ദഹന്തീം അഗ്രേ വിവീക്ഷ്യ നൃപതിർനപദാശ്ച കമ്പേ ത്വദ്ഭക്തപാദമഭിവീക്ഷ്യ സുദർശനം തേ കൃത്യാനലം ശലഭയൻ മുനിമന്വധാവീത്. കൃത്യാം ച താം അസിധരാം, വാളും പിടിച്ചുകൊണ്ടാണ് വരുന്നത്. ഭുവനം ദഹന്തീം, ഞാൻ ഈ ഭൂമി ഇപ്പം ദഹിപ്പിക്കുമെന്ന് പറഞ്ഞാണ് വരുന്നത്. അഗ്രേ അഭിവീക്ഷ നൃപതിഹി ന പദാച്ചകമ്പേ, മുൻപിൽ വന്ന് ഇങ്ങനെ കല്ലുതുള്ളിൽ നിൽക്കുന്ന കൃത്യയെ കണ്ടിട്ട് ഈ രാജാവ് നിന്ന നിൽപ്പിൽ നിന്ന് ഒരടി അണങ്ങിയില്ല എന്നാണ് പറയുന്നത്. ഭക്തബാധം അഭിവീക്ഷ സുദർശനം തേ, അങ്ങയുടെ ഭക്തനെ ബാധിച്ചിരിക്കുന്ന ഈ വിഷമാവസ്ഥയെ കണ്ട സുദർശന ചക്രം കൃത്യാനലം ശലഭയൻ മുനിം അന്വധാവീത്, ഈ കൃത്യയെ തീയിൽ വീണ പാറ്റയെ പോലെ ദഹിപ്പിച്ചതിന് ശേഷം ആ മുനിയുടെ പിന്നാലെ പാഞ്ഞു എന്നാണ് അവിടെ പറയുന്നത്. അത്രയേറെ ഉറച്ച ഭക്തിയുള്ള ഒരു ഭക്തനെ രക്ഷിക്കേണ്ടത് ഭഗവാന്റെ ധർമ്മമാകുന്നു. ഇവിടെയും ഈ മാർക്കണ്ഡേയനെ രക്ഷിക്കാനായിട്ട് ആ ഭഗവത് ഭക്തി തന്നെയാണ് സഹായിക്കുന്നത് എന്നാണ് പറയുന്നത്. മാർക്കണ്ഡേയശ്ചിരായു സകല പുനരഭി ത്വത്പര പുഷ്പഭദ്രാ തീരെ നിന്നെ തപസ്യൻ അതുരസുഖരതി ഷട്ടു മന്വന്തരാണി ദേവേന്ദ്ര സപ്തമസ്തം സുരയുവതിമരോത് മന്മഥൈർമോഹയിഷ്യൻ യോഗോഷ്മ പ്ലുഷ്യമാണേ നതു പുനരശക ത്വജ്ജനം നിർജയേത്ക.